ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ USSS മോഡൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. 7ാം ക്ലാസ്സുകാർക്ക് വേണ്ടി നടത്തുന്ന പരീക്ഷയാണ് USSS എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതിലെ കുറച്ച് മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായ യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ എന്ന പാഠത്തിലെ വരാൻ സാധ്യതയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ബാക്കി ഇൻഫർമേഷൻസുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ തീർച്ചയായും സഹായകരമാകും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, വിച്ച് റെനൈസൻസ് സ്കൾപ്ചേഴ്സ് വർക്ക് ഈസ് ഗട്ടാമെലാട്ട? ഓപ്ഷൻ എ ഡൊണാട്ടെല്ലോ, ഓപ്ഷൻ ബി ലിയോണാർഡോ ഡാവിഞ്ചി, ഓപ്ഷൻ സി മൈക്കലാഞ്ചലോ, ഓപ്ഷൻ ഡി ലോറൻസോ ഗിബർട്ടി. വിച്ച് റെനൈസൻസ് സ്കൾപ്ചേഴ്സ് വർക്ക് ഈസ് ഗട്ടാമെലാട്ട? ഗട്ടാമെലാട്ട ഈ ഓപ്ഷനിൽ പറയുന്നവരുടേതിൽ ആരുടെ വർക്കാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ഡൊണാട്ടെല്ലോയാണ്. ഡൊണാട്ടെല്ലോയുടെ വർക്കാണ് ഗട്ടാമെലാട്ട. ബാക്കിയുള്ള ഓപ്ഷൻസിൻ്റെ ചോദ്യമായിട്ട് എന്താണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. മൊണാലിസ ആൻഡ് ദ ലാസ്റ്റ് സപ്പർ ആർ ദ വർക്ക്സ് ഓഫ് ലിയോണാർഡോ ഡാവിഞ്ചി. ലിയോണാർഡോ ഡാവിഞ്ചിയുടെ വർക്കാണ് മൊണാലിസയും ലാസ്റ്റ് സപ്പർ. മൊണാലിസ ആൻഡ് ദ ലാസ്റ്റ് സപ്പർ ആർ ദ വർക്ക്സ് ഓഫ് ലിയോണാർഡോ ഡാവിഞ്ചി. മൈക്കലാഞ്ചലോ പെയിൻറ്റഡ് ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്. ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് മൈക്കലാഞ്ചലോയുടെ പെയിൻറ്റിംഗ് ആണ്. മൈക്കലാഞ്ചലോ പെയിൻറ്റഡ് ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്. അടുത്തത്, ദ ഡോർ ഓഫ് ദ ഫ്ലോറൻസ് ബാപ്റ്റിസ്റ്ററി ഈസ് ദ വർക്ക് ഓഫ് ദ ഫേമസ് ആർക്കിടെക്ട് ലോറൻസോ ഗിബർട്ടിയുടെ വർക്കാണ് ദ ഡോർ ഓഫ് ദ ഫ്ലോറൻസ് ബാപ്റ്റിസ്റ്ററി. ദ ഡോർ ഓഫ് ദ ഫ്ലോറൻസ് ബാപ്റ്റിസ്റ്ററി ഈസ് ദ വർക്ക് ഓഫ് ദ ഫേമസ് ആർക്കിടെക്ട് ലോറൻസോ ഗിബർട്ടി. രണ്ടാമത്തെ ചോദ്യം, ഫ്രം വിച്ച് കൺട്രി ഡിഡ് ദ റിലീജിയസ് റിഫോർമേഷൻ ഇൻ യൂറോപ്പ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മാർട്ടിൻ ലൂതർ കിങ് ബിഗിൻ ഇൻ ദ 16th century? ഓപ്ഷൻ എ ഇറ്റലി, ഓപ്ഷൻ ബി ജർമ്മനി, ഓപ്ഷൻ സി തുർക്കി, ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട്. ഫ്രം വിച്ച് കൺട്രി ഡിഡ് ദ റിലീജിയസ് റിഫോർമേഷൻ ഇൻ യൂറോപ്പ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മാർട്ടിൻ ലൂതർ ബിഗിൻ ഇൻ ദ 16th century? നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലായി കാണും. യൂറോപ്പിലെ റിഫോർമേഷൻ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതറിൻ്റെ നേതൃത്വത്തിൽ നടന്ന റിഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തത് 16th centuryയിലാണ്. അത് ഏത് കൺട്രി എന്നാണ് ചോദ്യം. ഉത്തരം ജർമ്മനിയാണ്. ഫ്രം വിച്ച് കൺട്രി ഡിഡ് ദ റിലീജിയസ് റിഫോർമേഷൻ ഇൻ യൂറോപ്പ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മാർട്ടിൻ ലൂതർ ബിഗിൻ ഇൻ ദ 16th century? ജർമ്മനിയാണ് ആ കൺട്രി. 16th century ആണ്. അപ്പോൾ റിഫോർമേഷൻ യൂറോപ്പിലാണ്, മാർട്ടിൻ ലൂതറിൻ്റെ ലീഡർഷിപ്പിലാണ്. ക്വസ്റ്റ്യനിൽ തന്നെ മറ്റു ചോദ്യങ്ങളുടെ ഉത്തരവും കാണുന്നതായിരിക്കും. നിങ്ങളത് നോക്കുക. ഓപ്ഷൻസിൻ്റെ ചോദ്യം എന്താണെന്ന് നോക്കാം. മോർ ഇൻഫോർമേഷൻ. ഇറ്റലി വാസ് നോൺ ആസ് ദ ക്രേഡിൽ ഓഫ് റെനൈസൻസ്. ഇറ്റലി വാസ് നോൺ ആസ് ദ ക്രേഡിൽ ഓഫ് റെനൈസൻസ്. ക്രേഡിൽ ഓഫ് റെനൈസൻസ് എന്നാണ് ഇറ്റലി അറിയപ്പെടുന്നത്. ഇറ്റലി വാസ് നോൺ ആസ് ദ ക്രേഡിൽ ഓഫ് റെനൈസൻസ്. അടുത്ത പോയിന്റ്, ഇൻ 4053 the Turks conquered Constantinople, which was the capital of the Eastern Roman Empire. Now Constantinople is known by the name Istanbul and still is a part of Turkey. 1453 ആണ്. അതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, ക്ഷമിക്കുക. ഇൻ 1453 the Turks conquered Constantinople. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. കോൺസ്റ്റാന്റിനോപ്പിൾ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റലാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ. നൗ കോൺസ്റ്റാന്റിനോപ്പിൾ ഈസ് നോൺ ബൈ ദ നെയിം ഇസ്താംബുൾ. ഇപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ അറിയപ്പെടുന്നത് ഇസ്താംബുൾ എന്ന പേരിലാണ്. അത് ഇപ്പോഴും തുർക്കിയുടെ ഒരു ഭാഗമാണ്. അടുത്ത പോയിന്റ്, ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ടഡ് ഇൻ ഇംഗ്ലണ്ട്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇംഗ്ലണ്ടിലാണ്.
ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ടഡ് ഇൻ ഇംഗ്ലണ്ട്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. മൂന്നാമത്തെ ചോദ്യം, നെയിം ദ സയൻറ്റിസ്റ്റ് ഹൂ ഇൻവെൻറ്റഡ് സ്പിന്നിങ് ജെന്നി വിച്ച് ബ്രൗട്ട് അബൌട്ട് ട്രെമൻഡസ് ചേഞ്ചസ് ഇൻ ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഓപ്ഷൻ എ ജെയിംസ് വാട്ട്, ഓപ്ഷൻ ബി ജോർജ് സ്റ്റീഫൻസൺ, ഓപ്ഷൻ സി ജോൺ കെ, ഓപ്ഷൻ ഡി ജെയിംസ് ഹാർഗ്രീവ്സ്. നെയിം ദ സയൻറ്റിസ്റ്റ് ഹൂ ഇൻവെൻറ്റഡ് സ്പിന്നിങ് ജെന്നി വിച്ച് ബ്രൗട്ട് അബൌട്ട് ട്രെമൻഡസ് ചേഞ്ചസ് ഇൻ ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ വളരെയധികം മാറ്റങ്ങൾ ലഭിച്ച സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ആരെന്നാണ് ചോദ്യം. ഉത്തരം ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. മോർ ഇൻഫർമേഷൻ അബൌട്ട് ഓപ്ഷൻസിലോട്ട് പോകാം. സ്റ്റീം എൻജിൻ വാസ് ഇൻവെൻറ്റഡ് ബൈ ജെയിംസ് വാട്ട്. സ്റ്റീം എൻജിൻ വാസ് ഇൻവെൻറ്റഡ് ബൈ ജെയിംസ് വാട്ട്. ജെയിംസ് വാട്ട് ആണ് സ്റ്റീം എൻജിൻ കണ്ടുപിടിച്ചത്. സ്റ്റീം എൻജിൻ ജെയിംസ് വാട്ട്, സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ്. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. സ്റ്റീം എൻജിൻ ജെയിംസ് വാട്ട്, സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ്. അടുത്ത പോയിന്റ്, ലോക്കോമോട്ടീവ് വിച്ച് സ്റ്റാർട്ടഡ് ദ റെയിൽവേ ട്രാൻസ്പോർട്ട് വാസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ജോർജ് സ്റ്റീഫൻസൺ. ലോക്കോമോട്ടീവ് വിച്ച് സ്റ്റാർട്ടഡ് ദ റെയിൽവേ ട്രാൻസ്പോർട്ട് വാസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ജോർജ് സ്റ്റീഫൻസൺ. അടുത്തത്, ഫ്ലൈയിങ് ഷട്ടിൽ വാസ് ഇൻവെൻറ്റഡ് ബൈ ജോൺ കെ. ഫ്ലൈയിങ് ഷട്ടിൽ വാസ് ഇൻവെൻറ്റഡ് ബൈ ജോൺ കെ. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെ ആണ്. സ്റ്റീം എൻജിൻ കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം, വാട്ട് ഹെൽപ്പഡ് ഇൻ ദ പ്രൊപ്പഗേറ്റിംഗ് റെനൈസൻസ് ഐഡിയാസ് എമോങ് ദ മാസസ്. വാട്ട് ഹെൽപ്പഡ് ഇൻ പ്രൊപ്പഗേറ്റിംഗ് ദ റെനൈസൻസ് ഐഡിയാസ് എമോങ് ദ മാസസ്. ഓപ്ഷൻ എ പ്രൊപ്പോണ്ടിങ് ദ തിയറി ഓഫ് ദ സോളാർ സിസ്റ്റം. ഓപ്ഷൻ ബി ദ ഇൻവെൻഷൻ ഓഫ് ടെലസ്കോപ്പ്. ഓപ്ഷൻ സി ദ ഇൻവെൻഷൻ ഓഫ് ദ പ്രിൻറ്റിംഗ് പ്രസ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. The invention of the printing press by Johannes Gutenberg. The invention of the printing press is helped in the propagating the Renaissance ideas among the masses. പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് ജോഹന്നാസ് ഗുട്ടൻബർഗ് ആണ്. അതാരും മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൂ പ്രൊപ്പോണ്ടഡ് ദ തിയറി ഓഫ് ദ സോളാർ സിസ്റ്റം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ കോപ്പർനിക്കസ് ആണ്. കോപ്പർനിക്കസ് ആണ് തിയറി ഓഫ് സോളാർ സിസ്റ്റം പ്രൊപ്പോണ്ട് ചെയ്തത്. അടുത്ത പോയിന്റിൽ ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോപ്പർനിക്കസ് പ്രൊപ്പോണ്ടഡ് ദ തിയറി ഓഫ് ദ സോളാർ സിസ്റ്റം ആൻഡ് അനൗൺസ്ഡ് ദാറ്റ് ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ ആൻഡ് ഡിസ്പ്രൂവ്ഡ് ദ ബിലീഫ് ദാറ്റ് ദ എർത്ത് വാസ് ദ സെൻറ്റർ ഓഫ് ദ യൂണിവേഴ്സ്. കോപ്പർനിക്കസ് പ്രൊപ്പോണ്ടഡ് ദ തിയറി ഓഫ് സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിൻ്റെ തിയറി പ്രൊപ്പോണ്ട് ചെയ്തത് കോപ്പർനിക്കസ് ആണ്. ആൻഡ് അനൗൺസ്ഡ് ദാറ്റ് എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. എർത്ത് സണ്ണിനെ റിവോൾവ്സ് ചെയ്യുന്നു എന്നും മുൻപുണ്ടായിരുന്ന വിശ്വാസം തെറ്റായിരുന്നു. എർത്താണ് യൂണിവേഴ്സിൻ്റെ സെൻറ്റർ എന്നാണ് മുമ്പ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. അത് തെറ്റാണെന്നും കോപ്പർനിക്കസ് പ്രൂവ് ചെയ്തു. അടുത്ത പോയിന്റ്, ഗലീലിയോ ഗലീലി, ആൻ ഇറ്റാലിയൻ സയൻറ്റിസ്റ്റ്, ഇൻവെൻറ്റഡ് ദ ടെലസ്കോപ്പ്. Using telescope, he scientifically proved that the theory of the solar system put forward by Copernicus was true. ഗലീലിയോ ഗലീലി, ആൻ ഇറ്റാലിയൻ സയൻറ്റിസ്റ്റ്. ഇറ്റാലിയൻ സയൻറ്റിസ്റ്റായ ഗലീലിയോ ഗലീലിയാണ് ടെലസ്കോപ്പ് ഇൻവെൻറ്റ് ചെയ്തത്. യൂസിങ് ടെലസ്കോപ്പ്, ടെലസ്കോപ്പ് ഉപയോഗിച്ച് ഹി സയൻറ്റിഫിക്കലി പ്രൂവ്ഡ്, ശാസ്ത്രീയമായി അയാൾ പ്രൂവ് ചെയ്തത് ദ തിയറി ഓഫ് ദ സോളാർ സിസ്റ്റം. കോപ്പർനിക്കസ് പ്രൊപ്പോൺ ചെയ്ത ദ തിയറി ഓഫ് സോളാർ സിസ്റ്റം ട്രൂ ആണെന്നും ഗലീലിയോ ഗലീലി പ്രൂവ് ചെയ്തു. ഈ രണ്ട് പോയിന്റും പ്രധാനപ്പെട്ടതാണ്, എല്ലാവരും നന്നായി നോട്ട് ചെയ്യുക. അടുത്ത ചോദ്യം, ദ വിഷൻ പ്രൈമർലി കോൺസേൺഡ് വിത്ത് ദ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ഹ്യൂമനിസം, ഓപ്ഷൻ ബി റെനൈസൻസ്, ഓപ്ഷൻ സി റേഷണലിസം, ഓപ്ഷൻ ഡി എൻലൈറ്റൻമെൻറ്റ്. കറക്റ്റായ ആൻസർ ഓപ്ഷൻ എ ഹ്യൂമനിസം ആണ്. ദ വിഷൻ പ്രൈമർലി കോൺസേൺഡ് വിത്ത് ദ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ഹ്യൂമൻ ലൈഫ് ഈസ് നോൺ ആസ് ഹ്യൂമനിസം. ബാക്കി ഓപ്ഷൻസ് എന്ത് ഉത്തരമാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം.
A new awakening in all aspects of life is known as the Renaissance. A new awakening in all aspects of life is known as the Renaissance. Rationalism means giving more importance to reasoning and finding out the causes of various things. അടുത്തത് Enlightenment is the cultural and rational movement that grew up in Europe by questioning superstitious beliefs through scientific principle. അടുത്ത് സോഷ്യൽ സയൻസ് ടെക്സ്റ്റിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. ഡിവൈൻ കോമഡി വാസ് റിട്ടൺ ബൈ ഡാന്റെ. ഡിവൈൻ കോമഡി രചിച്ചത് ഡാന്റെ ആണ്, മറന്നു പോകരുത്. ഡിവൈൻ ഡാന്റെ, രണ്ടിലും ഡി ഉണ്ട്. ഡിവൈൻ കോമഡി വാസ് റിട്ടൺ ബൈ ഡാന്റെ. അടുത്ത പോയിന്റ് ഡോൺ ക്വിക്സോട്ട് വാസ് റിട്ടൺ ബൈ സെർവാൻഡസ്. ഡോൺ ക്വിക്സോട്ട് വാസ് റിട്ടൺ ബൈ സെർവാൻഡസ്. സെർവാൻഡസ് രചിച്ചത് ഡോൺ ക്വിക്സോട്ട് ആണ്. അടുത്തത് ഇൻ പ്രൈസ് ഓഫ് ഫോളി വാസ് റിട്ടൺ ബൈ ഇറാസ്മസ്. ഇൻ പ്രൈസ് ഓഫ് ഫോളി വാസ് റിട്ടൺ ബൈ ഇറാസ്മസ്. ഇറാസ്മസ് രചിച്ചത് ഇൻ പ്രൈസ് ഓഫ് ഫോളി ആണ്. മൂന്നും തമ്മിൽ തെറ്റിപ്പോകരുത്. ഡിവൈൻ കോമഡി ഡാന്റെ, ഡോൺ ക്വിക്സോട്ട് സെർവാൻഡസ്, ഇൻ പ്രൈസ് ഓഫ് ഫോളി ഇറാസ്മസ്. അടുത്തത് റെനൈസൻസ് മീൻസ് റീബർത്ത്. റെനൈസൻസ് റീബർത്ത് എന്ന് അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ അർത്ഥമാണ് റീബർത്ത്. നമ്മൾ നേരത്തെ ക്രാഡിൽ ഓഫ് റെനൈസൻസ് എന്ന് അറിയപ്പെടുന്നത് ഏത് കൺട്രിയാണെന്ന് പഠിച്ചു. ഇറ്റലിയാണ്, ആരും മറന്നു പോകരുത്. അടുത്ത പോയിന്റ് റെനൈസൻസ് വാസ് ദ ചേഞ്ച് ഫ്രം ദ മിഡീവൽ പീരീഡ് ടു ദ മോഡേൺ പീരീഡ്. റെനൈസൻസ് വാസ് ദ ചേഞ്ച് ഫ്രം ദ മിഡീവൽ പീരീഡ് ടു ദ മോഡേൺ പീരീഡ്. തിരിഞ്ഞു പോകരുത്. മിഡീവൽ പീരീഡ് ടു ദ മോഡേൺ പീരീഡ്. അടുത്ത പോയിന്റ് ദ കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദ തുർക്സ് ഇൻ 1453 വാസ് ദ മെയിൻ റീസൺ ഫോർ ദ റെനൈസൻസ്. റെനൈസൻസിൻ്റെ പ്രധാന കാരണമാണ് തുർക്കി കോൺസ്റ്റാന്റിനോപ്പിൾ 1453 പിടിച്ചെടുത്തത്. അടുത്തത് ഒരു ടേബിൾ ആണ്. നിങ്ങൾ ആ ടേബിൾ തീർച്ചയായും നല്ല രീതിയിൽ പഠിക്കുക. ആ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. റൈറ്റേഴ്സ്, പെയിൻറ്റേഴ്സ്, അവരുടെ വർക്ക്സ് ആണ് ഈ ടേബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തോമസ് മൂർ ചെയ്ത വർക്കാണ് ഉട്ടോപ്പിയ. ഉട്ടോപ്പിയ തോമസ് മൂർ ചെയ്ത വർക്കാണ്. അടുത്തത് മേഖ്യാവെല്ലി, ദ പ്രിൻസ് ആണ് മേഖ്യാവെല്ലിയുടെ വർക്ക്. ജോൺ മിൽട്ടൺ, പാരഡൈസ് ലോസ്റ്റ് ആണ് ജോൺ മിൽട്ടൻ്റെ വർക്ക്. പാരഡൈസ് ലോസ്റ്റ്. സെർവാൻഡസ്, ഡോൺ ക്വിക്സോട്ട്, ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ആരും മറക്കരുത്. സെർവാൻഡസ്, ഡോൺ ക്വിക്സോട്ട്. മൈക്കൽ ആംഗലോ പിയറ്റ. മൈക്കൽ ആംഗലോ പിയറ്റ. ഈ ടേബിൾ നല്ല രീതിയിൽ പഠിക്കുക. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയത്. എന്നാലും അതിൽ തന്നെ ഓപ്ഷൻസിൻ്റെ ഉത്തരവും ചോദ്യവും എല്ലാം ഞാൻ പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് അത്രയുമാണെങ്കിലും വിവരങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിലൂടെ കിട്ടുന്നുണ്ട്. തുടർന്നും ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾ കാണുക. ഇതിൻ്റെ രണ്ടാമത്തെ പാഠത്തിൻ്റെ നോട്ട്സും ക്വസ്റ്റ്യൻസും ഞാൻ ഇതുപോലെ ഇടുന്നതാണ്. തീർച്ചയായും നിങ്ങൾ കാണുക. വേറെ ഏതെങ്കിലും വിഷയത്തിൻ്റെ വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായും ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.